വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ അൻവറിനോട് മുഹബത്ത് തോന്നിയത്? അൻവറിനെ കേരളത്തിനകത്ത് ഒരു ബിസിനസ്മാൻ ആയിരുന്ന അൻവറിനെ ഈ രീതിയിലാക്കുന്നത് നിങ്ങൾ വലിയ പങ്കുവച്ചിട്ടില്ല. ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. അഭ്യൂഹങ്ങൾ വെച്ച് പ്രതികരിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ അത്തരമൊരു സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ മുതിർന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഈ ഊഹാപോഹങ്ങൾ കേട്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ അൻവറിനോട് മുഹബത്ത് തോന്നിയത്? അൻവറിനെ കേരളത്തിനകത്ത് ഒരു ബിസിനസ്മാൻ ആയിരുന്ന അൻവറിനെ ഈ രീതിയിലാക്കുന്നത് നിങ്ങൾ വലിയ പങ്കുവച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് അൻവറിനോട് മുഹബത്ത് തോന്നുകയാണ്. അൻവറിനെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലൊരു സമീപനവും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം അത് വെറും ആരോപണമാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ADGP തന്നെ ഒരു RS നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ സർക്കാർ ഒരു മറുപടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. അല്ല, അത് സർക്കാരാണല്ലോ പറയേണ്ടത്. താങ്കൾ ഈ വിഷയം പറഞ്ഞതുപോലെ തന്നെ ADGP-ക്കെതിരെയും മുഖ്യമന്ത്രി ഓഫീസിനെതിരെയൊക്കെയാണ് ശശിക്കെതിരെയൊക്കെയാണ് അൻവർ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അൻവർ പറയുന്ന പോലെ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. PV അൻവർ അദ്ദേഹം നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം സ്വതന്ത്ര അംഗമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന്റെ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു CPM പിന്തുണക്കുന്ന ഒരു MLA ആയതുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. അല്ല, അൻവർ പറഞ്ഞു. അപ്പോൾ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അദ്ദേഹത്തിന്റെ ചില ഗ്രിവൻസ് പറയുകയും ചെയ്തു, എഴുതി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷെ കാണുകയും ചെയ്തു. അപ്പോൾ ഏതായാലും അതിന്റെ മുകളിൽ തീരുമാനങ്ങൾ വരട്ടെ, അപ്പം നോക്കാം. ഭരണഘടനാപരമായി ചോദിക്കുകയാണ്, ADGP RSS നേതാവിനെ കണ്ടു അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ADGP ആണ്, അത് ശരിയായ രീതിയാണ്? അല്ല, വ്യക്തികൾ ഇപ്പോൾ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു RSS നേതാവിനെ കാണുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഇനി പറഞ്ഞില്ല. RSS-നുള്ള സമീപനം എന്താണ്? RSS-നുള്ള സമീപനം നിങ്ങൾക്ക് അറിയുന്നില്ല. സ്പീക്കർ പറയുന്നു RSS ഒരു പ്രധാന സംഘടനയാണെന്ന് സ്പീക്കർ പറയുന്നു. കൂടിക്കാഴ്ച സ്പീക്കർ ന്യായീകരിക്കുന്നു എന്ന് പറയാമോ? സ്പീക്കർ അല്ല RSS പ്രധാനപ്പെട്ട സംഘടനയെന്ന് ഉറച്ചിട്ടുണ്ടല്ലോ.